മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് നമ്മളിന്ന് രാവിലെ കോട്ടയത്ത് തിരുവാതുക്കൽ എന്ന സ്ഥലത്ത് കാണാനിടയായത്. കോട്ടയത്തെ ഒരു വ്യവസായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം, ഒരു വലിയ ഓഡിറ്റോറിയം ഉള്ളത് വിവരം എനിക്കറിയാം. കാരണം ഞാൻ അവിടെ ആ ഓഡിറ്റോറിയത്തിനോടനുബന്ധിച്ച് അതിലുള്ള മുറിയിൽ ഞാൻ ചെന്നിരിക്കാനിടയായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 2 വർഷത്തോളം മുമ്പാണ് ഒരു പ്രോഗ്രാമായിട്ട് അവിടെ ഞാൻ ചെന്നപ്പോൾ ഇതിനടുത്താണ് ഇത് ഒരു റൂം ബുക്ക് ചെയ്തിരുന്നത്. എനിക്കിരിക്കാനൊരു ബ്രീഫ് ഹാൾട്ടാണ്. അവിടെ പോയിരുന്നപ്പോൾ എന്നെ അതിൻ്റെ ഓണർ എന്നുള്ള നിലയ്ക്ക് ശ്രീ വിജയകുമാർ എന്നെ കാണാൻ വന്നു. ആ ഒരൊറ്റ തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് പടത്തിൽ കണ്ടപ്പോഴാണ് എനിക്ക് ആളിനെ തിരിച്ചറിയാൻ പറ്റിയത്. മാത്രമല്ല ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഉറപ്പായത് വിജയകുമാർ തന്നെയാണെന്ന്. അപ്പോൾ വിജയകുമാറിൻ്റെ ഭാര്യ മീരയും വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു. അതാണ് നമ്മളിന്ന് കാണുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, ഒരു വലിയ വീട്, അതിന് വലിയ വീടെന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ ഗേറ്റൊക്കെ വളരെ ആധുനികമായിട്ടുള്ള ഗേറ്റാണ്. അത് അകത്തുനിന്ന് റിമോട്ടിൽ മാത്രം തുറക്കാവുന്ന ഇലക്ട്രിക് ഗേറ്റാണ്. അപ്പം അതുകൂടാതെ അതിൻ്റെ കോമ്പൗണ്ട് വോൾ എന്ന് പറയുന്നത് വലിയ മതില് 8 അടിയിലധികം ഉയരമുള്ള മതിലാണ്. അവിടെ മുഴുവൻ CCTV ക്യാമറയുടെ വലയത്തിലാണ് ആ വീടുള്ളത്. ആ വീടിന് ചുറ്റുമുണ്ട് വലിയ 2 നായ്ക്കൾ ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഈ നായ്ക്കളുടെ കുരയൊന്നും ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ കാണുമ്പോൾ നായ്ക്കൾ അവശ്യ നിലയിൽ കിടക്കുകയാണ്. അപ്പോൾ അതിന് നായ്ക്കൾക്ക് എന്തോ മയക്കുമരുന്നോ അതുപോലുള്ള എന്തോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ഇത് കാണുന്നത് പുറകുവശത്തെ വാതിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തുറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നടന്നില്ല. അപ്പോൾ ഒരു അമ്മിക്കല്ല് കൊണ്ടുവന്നിട്ട് മുൻവാതിൽ ഇടിച്ചു തുറക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിലെ ജോലിക്കാരി വന്നപ്പോൾ ഈ മുൻവാതിൽ തുറന്നു കിടക്കുകയാണ്. പിൻവാതിലൂടെ ആ സ്ത്രീ പോകുന്നത് പിന്നിലെ വാതിലൂടെയാണ്. അവിടെ ചെന്നപ്പോൾ ആ വാതിൽ അടച്ചേക്കാണ്. അവർക്ക് കയറാൻ പറ്റാതെ മുന്നിൽ വന്നപ്പോൾ അവർക്ക് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായി. കാരണം ആ ഹാളിൽ തന്നെ, ഡ്രോയിങ് റൂമിൽ തന്നെ നഗ്നനായിട്ടാണ് വിജയകുമാർ കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അതിദാരുണമായിട്ട് ഉള്ള കൊലപാതകമാണ്. മുഖമാസകലം മുറിവുകൾ, അതായത് ഏതോ കൂടാലി പോലുള്ള സാധനങ്ങൾ വെച്ച് വെട്ടി മുറിവ് വെപ്പിച്ചേക്കാണ്. അതേപോലെ തന്നെ ഭാര്യ മീരയുടെ ശവശരീരം എന്ന് പറയുന്നത് ഇതിന്ന് മാറി അടുത്ത ബെഡ്റൂമിലാണ് കിടക്കുന്നത്. അവരും പൂർണ്ണ നഗ്നമായ നിലയിലാണ്. അവരുടെ മുഖം ആകെ വെട്ടി വികൃതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് വാല്യുബിളായിട്ടുള്ള സാധനങ്ങളൊന്നും അധികമായിട്ട് മോഷണം പോയിട്ടില്ല. മോഷണം പോയതായിട്ട് മനസ്സിലായിട്ടുള്ളത് അവിടുത്തെ DVR, അതായത് ഈ CCTVയുടെ DVR റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ആ ഹാർഡ് ഡിസ്ക്, അത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ നോഹവ് ഉള്ള ആരെങ്കിലും ആയിരിക്കണം എടുത്തിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ പിന്നുള്ള അന്വേഷണത്തിൽ മനസ്സിലായപ്പോഴാണ് 3 മൊബൈൽ ഫോൺ, വിജയകുമാറിനും മീരയ്ക്കുമായിട്ട് 2 പേർക്കൂടെ 3 മൊബൈൽ ഫോണുകളുണ്ട്. ഈ മൊബൈൽ ഫോണുകളും മോഷണം പോയി. ഈ മൊബൈൽ ഫോൺ, ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അമിത് എന്ന് പറയുന്ന ഒരു ആസാംകാരൻ, പണ്ട് അസം സ്വദേശിയായിട്ടുള്ള ഒരാള് ഇവരുടെ വീട്ടിൽ ജോലിക്ക് തന്നിരുന്നു. അയാൾ ഏതാണ്ട് 1 വർഷം മുമ്പ് അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞയച്ചു. അതിന്റെ കാരണം അയാൾ ഇവരുടെ ATM കാർഡോ എന്തോ മിസ്യൂസ് ചെയ്ത് എന്തോ പണത്തട്ടിപ്പ് നടത്തി എന്നുള്ള അലിഗേഷനിലാണ് അയാളെ പറഞ്ഞയച്ചതെന്ന് പറയുന്നു. അപ്പൊ അയൽവാസികൾ പറയുന്നത് ഇപ്പൊ ഞാൻ കേട്ടുന്നു കുറച്ചു മുമ്പ്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ലേഡി പറഞ്ഞത്, ഇയാൾ ഏതാണ്ട് 1 വർഷമായി അവിടുന്ന് ഈ അമിതിനെ പറഞ്ഞയച്ചിട്ട് പിന്നെ അയാൾ അവിടെ അങ്ങ് തിരിച്ചു വന്നിട്ടില്ല. അയാൾ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അയാൾ അങ്ങ് തിരിച്ച് ആസാമിലേക്ക് പോയെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ഇനി ഈ കൊലപാതകം നടത്താൻ വേണ്ടി അയാൾ അസമിൽ നിന്നോ അങ്ങനെ തിരികെ വന്ന് ഇതേപോലെ ആസൂത്രിതമായിട്ട് ഈ കൊലപാതകം നടത്തി എന്നുള്ളത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് വേറെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഒരു വീട്ടുജോലിക്കാരനായിട്ട് നിന്നിട്ടുള്ള ഇയാള് അവിടുത്തെ ഈ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അലമാര എവിടെ ഇരിക്കുകയെന്നറിയാം, പണം എവിടെ ഇരിക്കുകയെന്നറിയാം. മിക്കവാറും അത് അറിയാൻ പറ്റിയേക്കും. അതിനെ അയാൾക്ക് അറിയാമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് സാധാരണഗതിയിൽ അവർക്ക് അറിയാൻ പറ്റും. അതൊന്നും ടാമ്പർ ചെയ്തിട്ട് എടുത്തിട്ടില്ല. ഈ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയത് ഞാൻ മനസ്സിലാക്കിയത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അതായത് ഈ CCTV റെക്കോർഡിങ് നടക്കുമല്ലോ,
നടക്കുമ്പോൾ അപ്പൊ എൻ്റെ മൊബൈൽ ഫോണിലേക്കും എൻ്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്കും ഒക്കെ ഇവിടുത്തെ CCTV റെക്കോർഡിങ് കറക്റ്റായിട്ട് അതുപോലെ ഞങ്ങളുടെ മൊബൈലിൽ വരും എന്ന് പറഞ്ഞ പോലെ ഇത് മൊബൈലുകളിൽ നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാലുള്ള കാര്യം അതവിടെ കിടക്കും. അപ്പൊ ഈ CCTV DVR എടുത്തുകൊണ്ട് പോയ ആളുകൾ അയാൾക്കറിയാം മൊബൈൽ ഫോണിൽ ഈ സാധനം കൊണ്ട് എന്ന് ഉള്ള ടെക്നിക്കൽ നോഹ ഉള്ള ആരെങ്കിലും ആകാനേ തരമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ആണ് ഇത് യഥാർത്ഥത്തിൽ ഇതെടുത്തുകൊണ്ട് പോകും. മാത്രമല്ല ഇതൊരിക്കലും ഒരു മോഷണത്തിന് വേണ്ടിയോ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകങ്ങളായിരുന്നില്ല. നേരെ മറിച്ച് ഇത് എന്തോ ഒരു പകപോക്കൽ പോലെ നമ്മൾ തോന്നുന്നതാണ് ഇതിനകത്ത്. അതായത് ഇവരോട് അത്രത്തോളം വൈരാഗ്യം ആയിട്ട് കാണുക. ഒരാളെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചെന്ന് പറയുന്ന ഒരു കാരണത്വം കൊണ്ട് ഇത്രയും വൈരാഗ്യം വരുമെന്നുള്ളത് നമുക്ക് സംശയിക്കാവുന്ന കാര്യമാണ്. എനിക്കറിയില്ല, അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് 2017 ജൂൺ, അതായത് ഇവർക്ക് ജൂൺ മാസം 3-ാം തീയതി ആണ് ഇവരുടെ മകൻ ഗൗതം കൊല്ലപ്പെടുന്നത്. ഇതേപോലെ അത് കൊല്ലപ്പെടുക അല്ല എന്നുള്ളതാണ് നമ്മുടെ പോലീസുകാർ കണ്ടുപിടിച്ചേക്കുന്നത്. എളുപ്പമാണല്ലോ, അവർക്ക് പറഞ്ഞ് ഒഴിയാനോ വളരെ എളുപ്പമുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ പയ്യനൊരു കാർ മുന്നേ ആത്താൻ പോയേക്കുന്നത്. അന്ന് അയാൾക്ക് 28 വയസ്സുണ്ട്. അപ്പോൾ കാറിനകത്ത് പോയേക്കാണ്. അപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, ഞാൻ രാത്രി 8 മണിക്ക് എത്തുമെന്ന് ഈ മീരയെ വിളിച്ചു പറയുന്നുണ്ട്, അമ്മയെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഇയാൾ കാറിനകത്ത് പോയി. അവരെ നോക്കിയിരുന്നു, കാണുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവർ ഇത് പോലീസിൽ മാൻ മിസ്സിങ്ങിന് അത് ഇൻഫോം ചെയ്തു. കാണുന്നില്ല, മോനെ കാണാനില്ല, കാറ് കൊണ്ടുപോയി, തിരിച്ചു വരുന്നില്ല, വിളിച്ചിട്ട് ഫോണൊന്നും കിട്ടുന്നില്ല എന്നവർ പറഞ്ഞു, പരാതി കൊടുക്കാനിടയായി. അപ്പോൾ പോലീസ് ആദ്യം ഒരു മാൻ മിസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തു. ആ സമയം കഴിഞ്ഞപ്പോഴാണ് ഈ പിറ്റേന്ന് വെളുപ്പിനെ കാണുന്നത് കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൻ്റെ ഈ പയ്യനെ അതായത് ഗൗതം മരിച്ചു കിടക്കാണ്. ചെല്ല് നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കഴുത്തിൽ ആഴത്തിലൊരു മുറിവേറ്റിട്ടുണ്ട്. അത് കൂടാതെ നെഞ്ചിൽ ഈ ആഴത്തിലുള്ള മുറിവുണ്ട്. അല്ലാതെ കൂടുതൽ മുറിവുകൾ വേറെയുണ്ട്. ഈ ശവശരീരം കണ്ടതിൽ നിന്ന് ഒരു 200 മീറ്റർ അകലെയാണ് മാറിയാണ് ഇയാളുടെ കാറ് കിടക്കുന്നത്. അപ്പോൾ ആ കാറ് പരിശോധിച്ചപ്പോൾ മനസ്സിലായെന്താ, ആ കാറിനകത്ത് മുഴുവൻ രക്തക്കറയാണ്. അതിൻ്റെ ഡോറിലും അതിൻ്റെ ഫ്രണ്ട് സീറ്റിലും അതുപോലെ തന്നെ പിൻ സീറ്റിലുമെല്ലാം രക്തക്കറ. ആ കാറിനകത്തുനിന്ന് ഒരു കത്തിയും കണ്ടെടുത്തു. അപ്പോൾ പോലീസിന്റെ വെർഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ചു. എന്നിട്ട് ഇയാളെ നേരെ ചിലപ്പോൾ അത് മരിച്ചില്ലല്ലോ എന്ന് കണ്ട് ഉറപ്പാക്കാനായിട്ട് റെയിൽവേ ലൈനിലേക്ക് വന്നു, കാർ ഓടിട്ടിട്ട് വന്നിട്ട് അയാൾ അവിടെ വീണു മരിച്ചുപോയി എന്നുള്ള ഒരു വെർഷനാണ്. പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ കണ്ടെത്തിയ കാര്യം ഇതാണ്. പക്ഷേ വിജയകുമാറിൻ്റെ ഇത് ബോധ്യമായില്ല. വിജയകുമാർ എന്നല്ല, ഈ സംഭവം വായിച്ചറിഞ്ഞ എനിക്കും അന്ന് തന്നെ ഇത് ബോധ്യമായിട്ടില്ല. ഈ സംഭവം ഞാൻ വായിച്ച് മനസ്സിലാക്കിയാണ്, അന്ന് പത്രത്തിൽ കണ്ടതാണ്, ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഫോളോ ചെയ്തതാണ്. എനിക്കും മനസ്സിലായില്ല, നാട്ടുകാർക്ക് ആർക്കും മനസ്സിലായില്ല. ഇത് ആർക്കും ദഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നെഞ്ചിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു മുറിവേറ്റ ഒരാൾ, ഒരാൾ തന്നെത്താൻ കത്തി കൊണ്ട് മുറിവേൽപ്പിച്ചെന്നിരിക്കട്ടെ, ഈ കഴുത്തിന് ഒരു മുറിവ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും നെഞ്ചിൽ കുത്താനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നെഞ്ചിൽ ഇത്രയും ആഴത്തിലുള്ള മുറിവ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് കഴുത്തിൽ മുറിവ് ഏൽപ്പിക്കാൻ പറ്റുന്നതല്ല. അതേപോലെ തന്നെ വേറെ മുറിവുകൾ ധാരാളം ഉണ്ട്. പിടിവലി കൂടിയതിൻ്റെ ലക്ഷണങ്ങളിലുള്ള മുറിവുകളൊക്കെ ഉണ്ട്. സ്കഫിളിലൊക്കെ വരാവുന്ന മുറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള മുറിവ് വന്ന അയാൾ അവിടുന്ന് ഇറങ്ങി 200 മീറ്റർ നടന്ന് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ വന്ന് വീണു മരിച്ചു എന്നുള്ള വെർഷനാണ്. ദഹിക്കാൻ വയ്യാത്ത ഒരു വെർഷൻ നമ്മുടെ പോലീസ് പറഞ്ഞു. അപ്പോൾ വിജയകുമാറിന് ഇത് ദഹിച്ചില്ല. വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിയല്ല, ഇത് നിർബന്ധമായിട്ടും ഈ ഇൻവെസ്റ്റിഗേഷൻ CBIക്ക് കൈമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ അടുത്ത സമയത്താണ്, ഏതാണ്ട് 2 മാസം മുമ്പോ മറ്റോ ആണ്, ഇത് CBIക്ക് കൈമാറണം ഈ കേസ്, ഇത് CBI അന്വേഷിക്കണം എന്ന് CBI ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഗൗതമിൻ്റെ മരണവും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ഈ പലർക്കും ഉണ്ട്, അതുപോലെ CBIക്കും ഒക്കെ ഉണ്ട്, ഒരു സംശയമുണ്ട്. അപ്പോൾ CBI ഇതിനകത്തൊരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് CBI ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ സന്ദർശിക്കാനായിട്ട് അവർ വന്നു. അവർ പോലീസുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്, ലോക്കൽ പോലീസുമായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പോലീസ് ഈ അമിതിലേക്ക് മാത്രമായിട്ട്
ഈ അന്വേഷണം ചുരുക്കുക എന്ന് പറഞ്ഞത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഈ അമിതിന്റെ ആ ഇടപെടലിന് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ഈ നായ്ക്കളുണ്ടല്ലോ, ആ നായ്ക്കള് മിണ്ടതാകണമെന്നുണ്ടെങ്കിൽ പരിചയമുള്ള ഒരാളുടെ പ്രസൻസ് അവിടെ വേണം. അല്ലെങ്കിൽ ഈ നായ്ക്കളെ അറിയാവുന്ന വേറെ ആരെങ്കിലും, നായ്ക്കൾക്ക് അറിയാവുന്ന ആ വീടുമായിട്ട് ബന്ധമുള്ള വേറെ ആരെങ്കിലും വേണം. അപ്പൊ ഈ അമിത് 1 വർഷം മുമ്പ് പോയ ആളാണ്. പക്ഷെ 1 വർഷം മുമ്പ് പോയാലും ഈ നായ്ക്കൾ യഥാർത്ഥത്തിൽ അവർക്ക് ഇയാളുടെ മണം ഓർത്തു വെച്ചേക്കും. കാരണം കനൈൻ സ്പീഷീസിന് ഒരു പ്രത്യേക പവർ തന്നെയാണ്, കഴിവ് തന്നെയാണ് ആ ഉള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ അയാൾ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇയാൾ മാത്രമായിട്ട് ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഈ അമ്മിക്കല്ല് ഉപയോഗിച്ച് ഈ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും എന്തോ ഈ ബഹളം കേട്ട് ശബ്ദം കേട്ടിട്ട് വിജയകുമാർ ഈ വാതിൽ വന്ന് തുറന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ അയാളെ വെട്ടിക്കൊല്ലുമ്പോൾ കോടാലി വെച്ചാണ്. ആ കോടാലി ഔട്ട് ഹൗസിൽ നിന്ന് കിട്ടിയതായിട്ടാണ് പോലീസ് പറയുന്നത്. ആ കോടാലി വെച്ച് തന്നെ ആണ് ഈ മീരയും വെട്ടിക്കൊന്നേക്കുന്നത്. ഒരുപാട് വെട്ടുകൾ അവർ മുഖം വികൃതമാക്കിയിട്ടുണ്ട് രണ്ടുപേരുടെയും. മാത്രമല്ല, ഇവരെ വിവസ്ത്രരാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാണണം. അത് പറയാൻ പറ്റത്തില്ല. ഇനി ഇതാരാ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ അറിഞ്ഞൂടാ. വളരെ വലിയ അന്വേഷണം തന്നെ വേണം. ഇതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇത് ഒരാളിലേക്ക് മാത്രം ആയിട്ട് ചുരുക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ മതിൽ ചാടിക്കടന്നാണ് വന്നേക്കുന്നത്. ഇത്രയുള്ള ഉയരമുള്ള ഒരു മതില് ഒരാൾ ഒറ്റയ്ക്ക് ചാടിക്കടന്ന് വരണം. അത് തന്നെ രാത്രി കഴിഞ്ഞ ഒരു മിഡ്നൈറ്റ് കഴിഞ്ഞ് വന്നേക്കുന്നതായിട്ടാണ് പോലീസിന്റെ വെർഷൻ. വീടിന്റെ ആ വലതുവശത്തൂടെ വന്നേക്കുന്നതായിട്ടാണ് പറയുന്നത്. ഇനി വന്നിട്ട് ഇതേപോലൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആദ്യം നായ്ക്കളെ മരുന്ന് കൊടുത്ത് അതിനെ ബോധം കെടുത്തുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേപോലുള്ള പ്രവർത്തനങ്ങളുമാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല, ആരാണെന്ന് പറയാൻ പറ്റുന്നതല്ല. ഇതെന്തായാലും ശരിയായ രീതിയിൽ അന്വേഷിക്കണം. ഇത് ഗൗതമിന്റെ കേസുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളത് ശരിയായ രീതിയിൽ ഒന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. കാരണം ആ ഗൗതമിന്റെ കേസുമായിട്ട് ബന്ധമുള്ളപ്പോൾ CBI വരാൻ പോകുന്നു. ഇനി അതിന്റെ അന്വേഷണം അതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഈ കൊലപാതകങ്ങളെന്ന് പോലും നമുക്ക് സംശയിക്കപ്പെടേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കണം. ഏതായാലും CBI വന്നിട്ട് ഗൗതമിന്റെ കേസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞ പ്രാരംഭ അന്വേഷണം അപ്പം നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആണ് ഇതും കൂടെ നോക്കേണ്ടത്. ഈ 3 കേസും എൻ്റെ അഭിപ്രായത്തിൽ CBI തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ ദമ്പതിമാരുടെ കൊലപാതകം എന്ന് പറയുന്നത് ഇപ്പോൾ കേരള പോലീസിന്റെ കയ്യിലാണ്. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ഇത് കൈമാറണം, CBIക്ക് കൈമാറണം, അല്ലെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ഇത് കൈമാറണം. എന്നാലേ ഇത് പറ്റുള്ളൂ. CBIക്ക് അല്ലാതെ ഡയറക്റ്റായിട്ട് വന്ന് അന്വേഷിക്കാനുള്ള മാർഗമില്ല. പക്ഷേ ഗൗതമിന്റെ കൊലപാതകത്തിനോട് ബന്ധമുള്ളതാണ് ഇതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ CBIക്ക് ഇത് വീണ്ടും അന്വേഷിക്കാം. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങൾ. ഏതായാലും അന്വേഷണം വരട്ടെ. നമ്മുടെയൊക്കെ നടുക്കിയ ഈ കൊലപാതകം അന്വേഷിക്കേണ്ടതാണ്. വിജയകുമാറിനെ ഞാൻ ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരമേ കണ്ടിട്ടുള്ളെങ്കിൽ പോലും വളരെ സൗമ്യമായ പെരുമാറ്റമുള്ള ഒരാളാണ്. എനിക്കവിടെ വേണ്ട എല്ലാ സൗകര്യമൊക്കെ ചെയ്തു തന്നു. വളരെ സന്തോഷമായിട്ട് യാത്രയും പറഞ്ഞിട്ട് പോയ ആളാണ്. ഇപ്പോൾ ഇതൊന്ന് കണ്ടപ്പോഴാണ് ഞാനത് റീകളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും അവരുടെ മരണത്തിൽ വളരെ ദുഃഖമുണ്ട് എനിക്ക്. മാത്രമല്ല, അവരെ ഈ മരണത്തിൻ്റെ സമയത്ത് അവരുടെ മുഖം മുഴുവൻ വികൃതമാക്കിയേക്കാണ് രണ്ടുപേരുടെ. മാത്രമല്ല, അവരെ നഗ്നരാക്കി വിവസ്ത്രരാക്കിയേക്കാണ്. അവരുടെ മകൻ നഷ്ടപ്പെട്ട ദുഃഖം അതിനെപ്പുറേ നടന്ന് വിജയകുമാർ ഈ കേസിലേക്ക് ഉള്ള വിധി വാങ്ങിച്ചതുമാണ്. ഏതായാലും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്ന് നമുക്ക് കരുതാം.